ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റവയും മുട്ടയും കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. വെറും 3 ചേരുവകൾ വെച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര അലിയുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ആ ഒരു കോഴിമുട്ട മഞ്ഞയും വെള്ളയൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഞാനിതിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് റവയാണ് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. റവ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ ഇത് 2 തവണയായിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും റവയൊക്കെ കുതിർന്ന് ഈ മാവൊന്ന് ടൈറ്റായിട്ട് വരും. അപ്പോൾ ഞാനിതിവിടെ 10 മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട്. മാവൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ പിടി എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഒരു ബോൾ ഷേപ്പ് ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിലാണ് റെഡിയാക്കുന്നത്. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എല്ലാം ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമുക്കിത് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടുണ്ടാവണം. എന്നിട്ട് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുള്ളൂ. 5 മുതൽ 10 മിനിറ്റ് വരെ വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇത് ഏകദേശം ഒരു 2-3 ദിവസത്തോളമൊക്കെ നമുക്ക് കേടുകൂടാതെ വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.